नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 59, പേജ് നമ്പർ 572. എന്നാൽ രുക്മിണി മഹാനുഭാവയും അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ സദാ നിരതയുമായിരുന്നതിനാൽ കൃഷ്ണനു രുക്മിണിയെ കുറ്റപ്പെടുത്താൻ പഴുതൊന്നും ഇല്ലായിരുന്നു. അതിനാൽ വലിയ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം അവളോട് സംഭാഷണം ആരംഭിച്ചു. ശക്തനായ രാജാ ഭീഷ്മകന്റെ പുത്രിയാണ് രുക്മിണി. അതിനാൽ കൃഷ്ണൻ അവളെ രുക്മിണി എന്നല്ല വിളിച്ചത്, രാജകുമാരി എന്നു വിളിച്ചു. പ്രിയപ്പെട്ട രാജകുമാരി, ഇതു വളരെ അദ്ഭുതമായിരിക്കുന്നു. രാജവംശത്തിൽപ്പെട്ട അനേകം മഹാന്മാർ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവരെല്ലാവരും രാജകുടുംബത്തിൽപ്പെട്ടവരല്ലായിരുന്നെങ്കിലും രാജാക്കന്മാരെ പോലെ തന്നെ സമ്പത്തും സമൃദ്ധിയും പ്രതാപവുമുള്ളവരായിരുന്നു. ജ്ഞാനികളും രാജാക്കന്മാരുടെ ഇടയിൽ പ്രസിദ്ധരും സുഭഗന്മാരും വ്യക്തിഗതമായി യോഗ്യന്മാരും ഉദാരമനസ്കരും ദേഹബലത്തിൽ അതിശക്തരും എല്ലാവിധത്തിലും പുരോഗതി നേടിയവരും സർവോപരി നല്ല പെരുമാറ്റമുള്ളവരുമായിരുന്നു അവർ. ഒരു തരത്തിലും അവർ അയോഗ്യരായിരുന്നില്ല. എല്ലാറ്റിനും പുറമെ നിന്റെ പിതാവിനും സഹോദരനും ആ വിവാഹങ്ങൾക്കൊന്നിനും വിരോധവുമില്ലായിരുന്നു. മറിച്ചു നിന്നെ ശിശുപാലനു വേളി കഴിച്ചു കൊടുക്കാമെന്ന് അവർ വാക്കു കൊടുക്കുകയും ചെയ്തിരുന്നു. ആ വിവാഹം നിന്റെ മാതാപിതാക്കൾ അംഗീകരിച്ചിരുന്നതുമാണ്. ശിശുപാലൻ വമ്പനായ ഒരു രാജാവായിരുന്നു. നിന്നിൽ അയാൾ അത്യന്തം ഭ്രമിച്ചിരുന്നു. നിന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഒരു വിശ്വസ്ത സേവകനെപ്പോലെ അയാൾ എപ്പോഴും നിന്നോടൊപ്പം കഴിയുമായിരുന്നു. നിന്നിൽ അത്രയ്ക്കു കാമമുണ്ടായിരുന്നു അയാൾക്ക്. ശിശുപാലനോടു തുലനം ചെയ്യുമ്പോൾ അയാളുടെ വ്യക്തിപരമായ ഗുണങ്ങൾക്കും യോഗ്യതകൾക്കും മുമ്പിൽ ഞാൻ ഒന്നുമായിരുന്നില്ല. ഒരുപക്ഷേ നിനക്കും അതു ബോധ്യമായേനെ. ശിശുപാലനെ തിരസ്കരിച്ചു അയാളെക്കാൾ വളരെ താഴ്ന്ന പടിയിലുള്ള എന്നെ സ്വീകരിച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. സൗന്ദര്യം, സമചിത്തത, ഗാംഭീര്യം, ഔന്നത്യം തുടങ്ങിയ ഗുണഗണങ്ങൾ തികഞ്ഞ നിന്റെ ഭർത്താവാകാൻ തികച്ചും അയോഗ്യനാണു ഞാൻ. എന്നെ സ്വീകരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകമെന്താണ്? ഇപ്പോൾ എൻ്റെ സുന്ദരിയായ പത്നി എന്നു എനിക്കു നിന്നെ വിളിക്കാമെന്നതു ശരി തന്നെ. എന്നാലും എൻ്റെ യഥാർത്ഥ നില നിന്നെ ഞാൻ അറിയിക്കുന്നു.
നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച എല്ലാ രാജാക്കന്മാരിലും താഴെയാണു ഞാൻ. എനിക്കു ജരാസന്ധനെ അത്യന്തം ഭയമായിരുന്നു. എന്നും കരയിൽ ജീവിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണു ജലാന്തർഭാഗത്തു ഈ ഗൃഹം ഞാൻ നിർമ്മിച്ചതെന്നും ആദ്യം ധരിക്കുക. ഈ രഹസ്യം മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ ഞാനൊരു വീരനോ ധീരനോ അല്ലെന്നു നീ അറിയണം. ഞാനൊരു ഭീരുവാണ്. അവരെയൊക്കെ എനിക്ക് ഭയവുമാണ്. ഇപ്പോൾ ഞാൻ സുരക്ഷിതനല്ല. കാരണം കരയിലെ എല്ലാ രാജാക്കന്മാർക്കും എന്നോട് ശത്രുതയാണ്. ഈ ശത്രുതാ മനോഭാവത്തിനു ഞാൻ തന്നെയാണ് കാരണക്കാരൻ. എന്തെന്നാൽ ഞാൻ അവരോടെല്ലാം പലതരത്തിലും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ദ്വാരകയിലെ സിംഹാസനത്തിലാണു ഞാൻ ഇരിക്കുന്നതെങ്കിലും ഞാൻ അതിന് അവകാശിയല്ല. മാതുലനെ വധിച്ചു ഞാനൊരു രാജ്യം നേടിയെങ്കിലും ആ രാജ്യം എൻ്റെ മുത്തച്ഛൻ്റെ വകയാണ്. അതിനാൽ എനിക്കൊരു രാജ്യമില്ല. അതുമല്ല, എനിക്കു നിയതമായ ഒരു ജീവിത ലക്ഷ്യമില്ല. വൃന്ദാവനത്തിലെ ഒരു കാലിച്ചെറുക്കനാണു ഞാനെന്ന് ആളുകൾക്കൊക്കെ അറിയാം. എൻ്റെ വളർത്തച്ഛനായ നന്ദമഹാരാജാവിൻ്റെ കാലടികൾ ഞാൻ പിന്തുടരുമെന്നും ശ്രീമതി രാധാറാണിയോടും വൃന്ദാവനത്തിലെ അവളുടെ കൂട്ടുകാരികളോടും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്നുമാണ് ആളുകൾ പ്രതീക്ഷിച്ചത്. എന്നാൽ നിനച്ചിരിക്കാതെ വളരെ വേഗം ഞാൻ അവരെ വിട്ടുപിരിഞ്ഞു. പ്രസിദ്ധനായ ഒരു രാജാവാകാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇപ്പോഴും ഒരു രാജാവാകാൻ എനിക്കു കഴിഞ്ഞില്ല. രാജാവിനെ പോലെ നാടുവാഴാനും ആയില്ല. എൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്താണെന്നതിനെക്കുറിച്ചു ജനങ്ങൾക്കു പരിഭ്രമമാണ്. ഞാനൊരു കാലിച്ചെറുക്കനോ രാജകുമാരനോ എന്നു അവർക്കറിഞ്ഞുകൂടാ. ഞാൻ നന്ദപുത്രനോ വസുദേവപുത്രനോ എന്ന് അവർക്കു നിശ്ചയമില്ല. നിയതമായ ഒരു ജീവിത ലക്ഷ്യമില്ലാത്ത എന്നെ അവർ തെണ്ടി എന്നു വിളിക്കുന്നു. അതിനാൽ ഇങ്ങനെ തെണ്ടിയായ ഒരുവനെ നീ ഭർത്താവായി തിരഞ്ഞെടുത്തതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ഹരേ കൃഷ്ണ.